അതെവിടെ ആംബുലൻസ് വന്ന്? അത് അമ്മ പാലിറ്റിന്റെ ഹോം കെയർ വണ്ടിയല്ലപ്പാ. സുഭാഷും പിള്ളേരും രാവിലെ പോലെ ഇങ്ങനെ വണ്ടിയിൽ കറങ്ങും. ഇതായിരിക്കും അറിയാതെ വെറും തട്ടിപ്പാ. എടോ സനീഷേ, അനക്കൊന്ന് അത്യാവശ്യമായിട്ട് ഓ നെഗറ്റീവ് ബ്ലഡ് വേണം. ഇന്ന് ചെയ്യാ ബാബേട്ടാ, ഓട്ടോ ഓടിക്കുന്ന പ്രസാദിന്റെ ബ്ലഡ് ഓ നെഗറ്റീവ് ആണെന്ന് സംശയമുണ്ട്. സനീഷേട്ടാ, നിങ്ങളേതാ ഗ്രൂപ്പ്? എൻ്റെ ഏതേന്ന്? എന്നാ ഞാൻ വരാട്ടാ. എന്നാ ശരി. പ്രസാദേ, എവിടെയുള്ളത്? അനക്കൊന്ന് നിങ്ങളെ കാണണേനു, കുറച്ച് ബ്ലഡ് വേണ്ടിയിട്ടാണ്. എടാ അതെയാ, എടാ ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഞാൻ എൻ്റെ ഇട്ടു. അപ്പോൾ കൃഷ്ണേട്ടനെ വിളിക്കോ? ഓ അതെയാ. ഹലോ കൃഷ്ണേട്ടാ, നിങ്ങൾ ഓ നെഗറ്റീവ് അല്ലേ? അനക്ക് കുറച്ച് ബ്ലഡ് വേണേനു, അതാണ്. എടാ മോനെ, ഞാൻ നാട്ടിലില്ലടാ, നീ ഉസ്താദിനെ വിളിച്ചോ? ഓ അതെയാ, എന്നാൽ ഞാനൊന്ന് ഉസ്താദിനെ വിളിച്ചോക്കാം. ഉസ്താദേ. എന്നാ മോനെ? ഉസ്താദ്, ഏട്ടൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് കുറച്ച് സീരിയസ് ആണ്. ഓ നെഗറ്റീവ് ബ്ലഡ് വേണമെന്നാണ് പറയുന്നത്. ഉസ്താദിൻ്റെ ഓ നെഗറ്റീവ് അല്ലേ? ഓ നെഗറ്റീവ് തന്നെയാണ് മോനെ. പക്ഷേ ഇപ്പം നമുക്ക് മഞ്ഞപ്പിത്തം വന്ന് മാറിയോണ്ട് ഇപ്പം കൊടുക്കാൻ പറ്റൂലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, മട്ടന്നൂരിലെ അമ്മ പാലിയേറ്റീവ് കെയറിൽ വിളിച്ചാൽ മതി, അവരെല്ലാ സഹായം ചെയ്തു തരും. അതുമാത്രമല്ല, കിടപ്പിലായ രോഗികൾക്കുള്ള പരിചരണം, ഡോക്ടർമാരുടെ ശുശ്രൂഷ, മാനസിക രോഗികൾക്കുള്ള പരിപാലനം, വീട്ടിൽ പോയിട്ടുള്ള ചികിത്സയും തുടങ്ങി ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു ഉമ്മാൻ്റെ പരിചരണം പോലെ അമ്മ എപ്പോഴും ഉണ്ട്. എന്നാൽ ശരി ഉസ്താദേ. എടാ സുഭാഷ് ചേട്ടാ ഫോണ്. ഹലോ, അമ്മ പാലിയേറ്റീവിൻ്റെ ആളല്ലേ? അതെ, അമ്മ പാലിറ്റീവാണ്. എവിടുന്ന് വിളിക്കുന്നത്? ഏത് ഹോസ്പിറ്റലുള്ളത്? ഓ നെഗറ്റീവാ? ഓ പേടിക്കണ്ട, 10 മിനിറ്റ് കൊണ്ട് അവിടെ ആളെത്തും കേട്ടോ. ഓക്കെ.